സുഹൃത്തുക്കളെ ഗുഡ് മോർണിംഗ്. ഇന്നലെ നല്ല തണുപ്പായിരുന്നു കേട്ടോ. ഞാൻ 3 ഷോക്സ് ഇട്ടിട്ടാണ് കിടന്നത്. ഈ പുല്ല് ഭാഗം കണ്ടു, ഞാൻ നിൽക്കുന്ന പുല്ല് ഭാഗം അടി മൊത്തം ഈർപ്പം പറ്റിയിട്ട് എന്താ തണുപ്പിങ്ങനെ അടിച്ചു വരും കേട്ടോ ഉള്ളിലേക്ക്. ഉറക്കം കുറവായിരുന്നു ഇന്നലെ, സാരമില്ല. ഞാൻ രാവിലെ 5 മണിക്കായിട്ട് എണീച്ച് ചായയൊക്കെ വെച്ച് കുടിച്ച് ചൂടുവെള്ളം എൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബോട്ടിലുണ്ട്, അതിൽ കുറച്ച് ചൂട് താങ്ങും കേട്ടോ. അത് എവറസ്റ്റൊക്കെ ഉപയോഗിച്ച ഒരു ബോട്ടിലാണ്. എൻ്റെ അമ്മ തണുപ്പ്. തൃശ്ശൂരിലൊക്കെ ഗോൾഡൻ വ്യൂ വന്ന് തുടങ്ങി കേട്ടോ. തൃശ്ശൂർ ഹിമാലയത്തിൻ്റെ ഗോൾഡൻ കാഴ്ചയൊക്കെ കാണാൻ തുടങ്ങി. അങ്ങനെ ടെൻറ്റും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തു അടിപൊളിയായി നിൽക്കുവാണ് ഞാൻ. അപ്പം നല്ല ഇനി നടക്കണം. റീൽക്കോട്ട് എന്ന് പറഞ്ഞ വില്ലേജാണ് പ്ലാൻ ചെയ്യുന്നത്. അധികം നാൾ എനിക്ക് ടെറൈനിൽ പിടിച്ച് നിൽക്കാൻ പറ്റില്ല, കാരണം ഒന്ന് തണുപ്പ് കൂടി വരുവാണ്. എൻ്റെ വിൻ്റർ ജാക്കറ്റ് 2 ജാക്കറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഉള്ളിലൊക്കെ തണുപ്പ് അടിക്കുന്നത് എന്താ അറിയില്ല. എനിക്ക് തോന്നുന്നില്ല ടെൻറ്റിൽ കിടന്നുകൊണ്ടായിരിക്കാം. എന്തായാലും നമുക്ക് ഇപ്രാവശ്യം 8-9 ദിവസം എൻ്റെ യാത്ര ഈ ഒരു ഹിമാലയത്തിലൂടെ. അപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാം, എൻ്റെ മുഖത്തൊക്കെ നല്ല പാട് വന്നു തുടങ്ങി, മുഖത്തൊക്കെ സ്ക്രാച്ചസ് വന്നു തുടങ്ങി കേട്ടോ. ഞാൻ കാണിച്ചിട്ട് നിങ്ങൾക്കത് കാണുന്നതോ അറിയില്ല. എൻ്റെ മുഖം കണ്ടോ, മൊത്തം സ്ക്രാച്ചാണ്, നല്ലപോലെ പൊട്ടി തുടങ്ങി എൻ്റെ കൈ കാലൊക്കെ. അത് നിങ്ങൾ ചിന്തിക്കാം, ടെൻ്റ് അടിച്ച് പോകുമ്പോൾ അതിൻ്റെതായ പരിമിതികൾ ഉണ്ടാകും.